വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 70-ാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അടിയന്തരമായൊരു പ്രാർത്ഥനയാണ് ദൈവം ഉടൻ സഹായിക്കണമെന്ന ആവശ്യകത. അതിൽ ദാവീദ് തൻ്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷ തേടുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. തൻ്റെ ദാരിദ്ര്യവും ദൈവത്തിൻ്റെ കരുണയും തുറന്നു പറയുന്നു. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. ദൈവമേ, എൻ്റെ അടുത്ത് വേഗം വരണമേ. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്. കർത്താവെ, വൈകരുതേ. സങ്കീർത്തനം 70-ാം അധ്യായം 5-ാം തിരുവചനം. 71-ാം സങ്കീർത്തനം ദാവീദ് തൻ്റെ വയസ്സിൻ്റെ അവസാനം ദൈവത്തോടുള്ള ആത്മാർത്ഥമായ ആശ്രയവും സാക്ഷ്യവും പ്രകടിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ്. ബാല്യത്തിൽ നിന്ന് മുതൽ ദൈവം തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന ബോധത്തിൽ നിന്ന് ദാവീദ് തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ദുഃഖവും ശത്രുക്കളും ഉള്ളപ്പോഴും ദൈവം തൻ്റെ കല്ലായിരിക്കുന്നു എന്ന വിശ്വാസം അദ്ദേഹം ആവർത്തിക്കുന്നു. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാൻ ഇപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. ദൈവമേ, വാർദ്ധക്യവും നരയും ബാധിച്ച എന്നെ പരിത്യജിക്കരുതേ. വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കാൻ എനിക്ക് ഇടയാക്കണമേ. സങ്കീർത്തനം 71-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. 72-ാം സങ്കീർത്തനം ശലോമോന് വേണ്ടി ദാവീദ് എഴുതിയതായും അല്ലെങ്കിൽ ശലോമോൻ തന്നെ എഴുതിയതായും കരുതപ്പെടുന്നു. ഒരു രാജാവിൻ്റെ ഭരണത്തിൽ ദൈവത്തിൻ്റെ നീതിയും കരുണയും എങ്ങനെ പ്രകടമാകണമെന്നതിൻ്റെ ദൈവിക മാതൃകയാണിത്. ഈ ഗീതം യേശുവിൻ്റെ നിത്യരാജ്യത്വത്തെയും ആഗോള നീതിയെയും മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. അവൻ്റെ നാമം നിത്യം നിലനിൽക്കട്ടെ. സൂര്യൻ ഉള്ളിടത്തോളം കാലം അവൻ്റെ കീർത്തി നിലനിൽക്കട്ടെ. അവനെപ്പോലെ അനുഗ്രഹീതരാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ. ജനതകൾ അവനെ അനുഗ്രഹീതനെന്ന് വിളിക്കട്ടെ. സങ്കീർത്തനം 72-ാം അധ്യായം 17-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.